നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും നിങ്ങളെ മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിൽ കാണുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത് അവരക്ക തോരൻ. അപ്പോ ഇതിനു വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ഇത് കണ്ടില്ലേ, ഇത് അവരക്ക നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ രണ്ട് അറ്റങ്ങളും വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി മാറ്റണം. കണ്ടില്ലേ, അത് ഇതുപോലെ കണ്ടില്ലേ, കട്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ അത് നമ്മൾ മാറ്റണം. അതല്ലാതെ രണ്ട് അറ്റങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുന്നു. ഈ മിഡിൽ പോർഷൻ, മധ്യഭാഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അല്പം ഉളുന്ന്, വെള്ളയുളുന്ന്, കടുക്, ചുവന്ന മുളക്, തേങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പ്. ഈ സാമഗ്രികളാണ് നമ്മൾ ഇന്നത്തെ ഐറ്റത്തിന് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ അവരക്ക തോരൻ ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോ നമ്മൾ ഇത് ചെയ്യുന്ന പാചക രീതി എന്താണെന്ന് നോക്കാം. വരിക. ഇത് കണ്ടില്ലേ, ഈ ബേണറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്ലെയിം ഓണായി. ഫ്ലെയിമിൻ്റെ പുറത്ത് പാൻ വയ്ക്കുന്നു. ഈ പാത്രത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/2 ലിറ്ററോളം വെള്ളം, നല്ല ശുദ്ധമായ പച്ചവെള്ളം ഇതിലൊഴിക്കുന്നു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവരക്ക ഉണ്ടല്ലോ, അത് ഈ പാനിലോട്ട്, ഈ പാത്രത്തിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, ഈ മഞ്ഞപ്പൊടി നമ്മുടെ പാചക രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഞ്ഞപ്പൊടിക്കുള്ളത്. ടർമറിക് പൗഡർ, സർവ്വരോഗ നിവാരണി, അത് ഇതിൽ ചേർക്കുന്നു. അല്പം കൂടി വെള്ളമൊഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അടുത്ത സ്റ്റേജ്, ഈ അവരക്കായും മഞ്ഞപ്പൊടിയും കൂടിയിട്ടുള്ള ഈ മിശ്രണം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുക്ക് ചെയ്യണം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ കണ്ടില്ലേ, നല്ലപോലെ കുക്കായിരിക്കുന്നു. കണ്ടില്ലേ, ഇപ്പോ ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോഴും ഫ്ലെയിം ഓണാണ്. പാൻ ഫ്ലെയിമിൻ്റെ പുറത്ത് വയ്ക്കുന്നു. പാനിൽ അല്പം കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നു. ഈ എണ്ണയിലോട്ട് ആദ്യമായി വെള്ളയുളുന്ന് ചേർക്കുന്നു.
അടുത്തത് ചുവന്ന മുളക് ഇതിലിടുന്നു. ഈ ഉഴുന്നും മുളകും കൂടി നമ്മൾ ഫ്രൈ ചെയ്യണം. ഏകദേശം 1 മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉളുന്തിൻ്റെ നിറം കളറങ്ങ് മാറും, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും. ആ സമയം കൊണ്ട് ചുവന്ന മുളകും റെഡിയാവും. ഇപ്പോഴാണ് നമ്മൾ ഇതിൽ കടുക് ചേർക്കുന്നത്. ഇതിനു മുമ്പ് ചേർക്കല് കരിഞ്ഞു പോകും. മസ്റ്റർഡ് സീഡ്സ്, കടുക് എപ്പോഴും ഒടുക്കം ചേർക്കണം. അതിൻ്റെ കാരണം ചേർത്തൊരു 5 സെക്കൻഡ് കൊണ്ട് അത് റെഡിയാകും. ക്രാക്ലിംഗ് എന്ന് പറയും. അത് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോ ഈ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഗാർണിഷിംഗ്, ഇത് നമ്മൾ ഈ മെയിൻ ഡിഷിലോട്ട് ഇത് ഇടുന്നു. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോ ഇതിന് സ്വാദിന് വേണ്ടി മാത്രം ഉപ്പ് ചേർക്കണം. ഉപ്പ് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അവസാനമായി ചെയ്യേണ്ടത് ഈ തേങ്ങ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറത്ത് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്നു. കണ്ടില്ലേ? ടോപ്പിംഗ് എന്ന് പറയില്ലേ? ഇത് വെറുതെ ലുക്കിന് വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ രുചിക്ക് കൂടി ഇത് നല്ലതാണ്. കണ്ടില്ലേ? നമ്മുടെ ഇന്നത്തെ വിഭവം അവരക്ക തോരൻ, റെഡി ടു സെർവ്. അവരക്ക തോരൻ. ഇത് ചെയ്യുന്ന രീതി നമ്മൾ നോക്കി. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് എനിക്ക് എഴുതുക. മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ @gmail.com ഈ ഇമെയിൽ ഐഡിയിലുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.